ഇന്നിപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് ഒരു ഫ്രൂട്ട് സാലഡ് തട്ടിക്കൂട്ടാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഞാൻ ഒരു പാക്കറ്റ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ബേക്കേഴ്സിന്റെ കസ്റ്റാർഡ് പൗഡർ ഞാൻ ഒരു 2 ടീസ്പൂൺ ഒരു പാത്രത്തിലിട്ട് കുറച്ച് പാലും കൂടി ചേർത്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പാലൊന്ന് തിളച്ച് വന്നപ്പോൾ ആവശ്യത്തിന് പഞ്ചസാരയും മധുരത്തിന് ഒട്ടും കുറവ് വരുത്താതിരിക്കാനായിട്ട് കഴിഞ്ഞ ഒരു മിൽക്ക് മെയ്ഡിന്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് നെക്കിപ്പിഴിഞ്ഞും കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നാലെ കസ്റ്റാർഡ് മിക്സും കൂടി ചേർത്ത് ഇനിയിപ്പോൾ ഒന്ന് കട്ടയില്ലാതെ കുറുക്കിയെടുക്കണം. ഉമ്മിച്ചി ഹംനയും കൂടി എനിക്ക് കമ്പനിക്ക് വേണ്ടി അടുക്കളയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പാലൊന്ന് ചൂടാകുന്ന സമയം കൊണ്ട് ഇപ്പൊ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബ്രെഡ് വെച്ചിട്ടുള്ള എഗ് പഫ്സ് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഞാൻ ആവശ്യത്തിന് സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ കടുവറ സവാള സോട്ടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്രൂട്ട് കസ്റ്റാർഡ് സെറ്റ് ആക്കി എടുക്കാം. അപ്പൊ ഞാൻ 2 ടൈപ്പ് ഗ്രേപ്സ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ പൈനാപ്പിളും ആപ്പിളും. പിന്നെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന പാലിന്റെ മിക്സ് ഞാൻ വാപ്പിച്ചിനെ കൊണ്ട് മിൽക്ക് മെയ്ഡ് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഒരു പിടി കാഷ്യൂനട്ടും കൂടി എടുത്ത് ഒരു 10-20 മിനിറ്റ് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. ബ്രെഡ് പഫ്സിന്റെ ഷേപ്പിൽ ചെറുതായൊന്ന് പാളി പോയിട്ടുണ്ട്. സാൻഡ്വിച്ച് ബ്രെഡിന് പകരം ഞാൻ നോർമൽ ബ്രെഡിൽ ചെയ്തതിന്റെയാണ് കേട്ടോ. 2 അറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഉണ്ടാക്കി കൊടുക്കുന്നതെല്ലാം കിടില്ലെന്ന് പറയാൻ എന്റെ ചെക്കനുള്ളപ്പോൾ എനിക്ക് വേറെ ഒരു ടെൻഷനില്ല. നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോ കാണാം.